ഹലോ, ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഗുരുവായൂരിലോട്ടാണ് പോകുന്നത് കേട്ടോ. പുലർച്ചെയാണ്, 1 മണിയാണ് കേട്ടോ സമയം. അച്ചു എണീച്ചിട്ടുണ്ട്. അവൻ പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളി ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നെയ്ജബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴിപാടുണ്ട് 7ാം മാസത്തിൽ ഗർഭിണികൾക്ക് കഴിക്കുന്ന. അപ്പോൾ ആ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, എന്തുകൊണ്ട് നമുക്കും കഴിച്ചുകൂടാന്ന്. അപ്പം എന്തായാലും 7ാം മാസം ആവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാനും ജിത്തേട്ടൻ, ചേച്ചിമാരുടെ 2 കുട്ടികളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 4:30 ആയപ്പോൾ ഗുരുവായൂരിലെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വരി നിന്നിട്ട് നമുക്ക് ഉള്ളിൽ കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം 3-4 മണിക്കൂർ വരി നിന്നാലാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുക. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കും നിൽക്കാൻ പറ്റില്ല, കുഞ്ഞിനെ എടുത്തിട്ട് ജിത്തേട്ടനും നിൽക്കാൻ പറ്റില്ല, പിന്നെ കുട്ടികൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുത് നമുക്ക് നെയ്ജപ്പം ചീട്ടാക്കി അത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ പ്രസാദമൊക്കെ കിട്ടിയിട്ടോ. അതൊക്കെ ജിത്തേട്ടൻ പോയി മേടിച്ച് കൊണ്ടുവന്നു. പിന്നെ അച്ചു ഫുള്ള് അമ്പലത്തിൻ്റെ ആ പരിസരത്തൊക്കെ എത്തിയപ്പോൾ വേറെയുള്ള കുട്ടികളെ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അവനിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക, അവനെ പിടിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. പിന്നെ എനിക്കൊരു വലിയ ചെയിനായിരുന്നു ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് താലി ഒന്ന് ചെറിയതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജിത്തേട്ടൻ എനിക്ക് അവിടെ നിന്ന് കെട്ടി തന്നു കേട്ടോ. പിന്നെ ഭഗവാന്റെ മുന്നിൽ നിന്ന് കെട്ടുമ്പോൾ അത് വേറൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ചെയിനൊക്കെ കെട്ടി അത് കഴിഞ്ഞ് നമുക്ക് നെയ്ജപ്പം ചീട്ടാക്കിയതിൻ്റെ പ്രസാദമൊക്കെ ആയിട്ട് ജിത്തേട്ടൻ വന്നു. അതിന് ശേഷം നമ്മൾ അതൊക്കെ കഴിച്ചു കേട്ടോ. എന്താ അതിൽ നമുക്ക് ഉണ്ടാവുക വെണ്ണയാണ്. ഭഗവാനെ നേദിച്ചിട്ടുള്ള വെണ്ണയാണ് ഗർഭിണികൾക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ കഴിച്ചാൽ നല്ലതാണെന്നാണ്, കുട്ടിക്കും അമ്മയ്ക്കും നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചീട്ടാക്കി ആഗ്രഹമൊക്കെ നടന്ന് നമ്മൾ അവിടെ നിന്ന് 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആനപ്പന്തിയിലൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.